ഈ ലോകത്ത് പലതരം ലഹരികളുണ്ട്. പണം, അധികാരം, പ്രശസ്തി. അങ്ങനെ നീളുന്നു ആ പട്ടിക. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റൊന്നുണ്ട്. അതാണ് കാമമെന്ന ലഹരി. പുറമേക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ ഉള്ളിലിരുന്ന് ഒരു മനുഷ്യനെ ആകെ ദഹിപ്പിച്ചു കളയുന്ന ഒരു കനലാണത്. ശരീരത്തിലല്ല, മനസ്സിൽ നിന്നുമാണ് ഈ രോഗം മുളപൊട്ടുന്നത്. ഒടുവിൽ അത് ആ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നു. യൗവനം വിരുന്നെത്തുമ്പോൾ ഹൃദയങ്ങളിൽ വിരിയേണ്ടത് സ്നേഹത്തിന്റെ മനോഹരമായ മുകുളങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹം അതിനെ എത്തിച്ചിരിക്കുന്നത് കാമത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്കാണ്. ഒരു ചെറിയ തമാശയോ കൗതുകമുണർത്തുന്ന ഒരു നോട്ടമോ അല്ലെങ്കിൽ ഒരു ക്ലിക്കിലൂടെ മുന്നിലെത്തുന്ന നഗ്നചിത്രങ്ങളോ ആയിരിക്കാം തുടക്കം. പതുക്കെ ആ വിരലുകൾ മൊബൈൽ സ്ക്രീനിലൂടെ അശ്ലീല വീഡിയോകളുടെ ലോകത്തേക്ക് വഴുതി വീഴുന്നു. ആദ്യം കേവലമൊരു കാഴ്ചയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതൊരൽപ്പം മാത്രമല്ലേ ഉള്ളൂ, ആരറിയാനാണ് എന്ന് മനസ്സ് മന്ത്രിക്കും. അവിടെ നിന്നാണ് സ്വയം നശീകരണത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ഓരോ രാത്രിയും ഇത് അവസാനത്തേതാണ് എന്ന് കള്ളം പറഞ്ഞുറങ്ങുകയും പിറ്റേന്ന് രാവിലെ അതേ തെറ്റ് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഷമവൃത്തം. ആഴ്ചയിലൊരിക്കൽ തുടങ്ങിയ ആ ശീലം പിന്നീട് ദിവസത്തിൽ പലതവണയായി മാറുന്നു. അതോടെ ആ വ്യക്തിക്ക് തന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ശരീരം തളരാൻ തുടങ്ങുന്നു, മനസ്സ് മരവിക്കുന്നു, കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീഴുന്നു, ഹൃദയത്തിൽ ആത്മനിന്ദയുടെ വിഷം നിറയുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ ആ ലഹരിയുടെ അടിമയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അവൻ അതിൽ നിന്ന് മോചനം അത്ര എളുപ്പമല്ല. സ്വയംഭോഗമെന്നത് ഒരു ഇഷ്ടമല്ലാതായി മാറുകയും അതൊരു നിർബന്ധിത ശീലമായി അവനെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാൾ ഇന്റർനെറ്റിൽ പോയി സ്വയംഭോഗം നല്ലതാണോ എന്ന് തിരയുമ്പോൾ ചില വിദഗ്ധർ പറയും ആഴ്ചയിൽ 1-2 തവണയാകാം എന്ന്. പക്ഷേ ഇതിനകം അടിമപ്പെട്ട ഒരാൾക്ക് ആഴ്ചയിലൊന്നിൽ നിർത്താൻ കഴിയില്ലെന്ന് അവർ പറയുന്നില്ല. ആ ഒരു തവണയാണ് തന്റെ പതനത്തിന്റെ ആദ്യ പടിയെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നില്ല. നമ്മുടെ പൂർവികർ സൂക്ഷിച്ചുവെച്ച ജീവന്റെ തുടിപ്പുള്ള ആ ശുക്ലത്തിന്റെ ഓരോ തുള്ളിയും വെറുതെ ഒഴുക്കിക്കളയുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വന്തം ഊർജ്ജമാണെന്ന് ആരും പറഞ്ഞുകൊടുക്കുന്നില്ല. ഓരോ തവണയും സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങളിൽ എന്തൊക്കെയോ മരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ആത്മാഭിമാനം എല്ലാം തകരുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കാൻ പോലും ഭയം തോന്നും. ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നലും ലജ്ജയും നിങ്ങളെ വേട്ടയാടും. എങ്കിലും നിർത്താൻ കഴിയില്ല. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കുമെങ്കിലും ആ ഒരു നിമിഷത്തെ വ്യാജമായ ആനന്ദം നിങ്ങളെ വീണ്ടും ആ ഇരുട്ടിലേക്ക് വലിച്ചെറിയും. എനിക്കിനി രക്ഷയില്ല, ഞാനൊരടിമയായി എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു തുടങ്ങും. പക്ഷേ ആ നിമിഷമാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്, സത്യത്തിൽ ഇതിൽ നിന്നൊരു മോചനമില്ലേ? ഈ ലഹരി നിങ്ങളെ ആയുഷ്കാലം മുഴുവൻ തളച്ചിടുമോ? ഉണരാനുള്ള സമയമാണിത്. ഉള്ളിലിരുന്ന് നിങ്ങളെ ചാരമാക്കുന്ന ആ തീ അണക്കേണ്ട സമയമാണിത്. ഉള്ളിൽ വളരുന്ന ആ രാക്ഷസനോട് പൊരുതാൻ തയ്യാറെടുക്കുക. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വലിയ ശക്തിയെ തിരിച്ചറിയുക. ബുദ്ധൻ പറഞ്ഞതുപോലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തെ ചുട്ടരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ദുഃഖങ്ങളും ഇല്ലാതാകും. നിങ്ങളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഈ കാമത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് ഇന്ന് തന്നെയാകട്ടെ. ഈ ലഹരി നിങ്ങളെ ഓരോ ദിവസവും തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവി, ആത്മവീര്യം, വ്യക്തിത്വം എല്ലാം ഇത് കാർന്നു തിന്നുന്നു. ആരും നിങ്ങളോട് പറയാത്ത, ആരും കാണിച്ചു തരാത്ത ആ ഭീകരമായ സത്യം തിരിച്ചറിയാനുള്ള സമയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൂടുകൂട്ടി നിങ്ങളെ അടിമയാക്കി മാറ്റിയ ആ അദൃശ്യ ശത്രുവിനെ തിരിച്ചറിയുക. ഇന്ന് നമ്മൾ ആ ശത്രുവിനെ നേരിടാൻ പോവുകയാണ്. അവന്റെ തന്ത്രങ്ങളെ തകർക്കാനും സ്വയംഭോഗമെന്ന ഈ കെണിയിൽ നിന്ന് എങ്ങനെ എന്നേക്കുമായി മോചനം നേടാമെന്നും നിങ്ങളുടെ ഓരോ തുള്ളി ഊർജ്ജവും സംരക്ഷിച്ച് ജീവിതം എങ്ങനെ മാറ്റിമറിക്കാമെന്നും നമുക്ക് നോക്കാം. സ്വയംഭോഗം, ഈ വാക്കു കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മുഖത്ത് ഒന്നുകിൽ നാണം വിരിയും, അല്ലെങ്കിൽ ഒരു തമാശയായി ഇതിനെ തള്ളിക്കളയും. എന്നാൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൈപ്പേറിയ സത്യം നമ്മുടെ സമൂഹത്തിന്റെ ഓരോ കോണിലും വേരൂന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിക്കിടക്കുന്ന ഇന്നത്തെ തലമുറ ഈ ശീലം എപ്പോഴാണ് ഒരു മാരകമായ ലഹരിയായി മാറിയതെന്ന് പോലും തിരിച്ചറിയാതെ ഇതിന്റെ ചതുപ്പിൽ താഴ്ന്നുപോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, തന്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു 14 മുതൽ 15 വരെ വയസ്സുകാരൻ. സുഹൃത്തുക്കളിൽ നിന്നോ സോഷ്യൽ മീഡിയയിലെ തമാശകളിൽ നിന്നോ ഇൻസ്റ്റാഗ്രാം റീൽസുകളിൽ നിന്നോ ഒക്കെയാണ് അവൻ ശാരീരിക സുഖത്തിന്റെ ഈ വഴി തേടിയിറങ്ങുന്നത്. സന്തോഷമെന്ന വ്യാജേന വലിയൊരു ശൂന്യതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് അവിടെ സംഭവിക്കുന്നത്. പലരും പറയും, ഇതൊക്കെ സാധാരണയല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നതുകൊണ്ട് എന്തു കുഴപ്പമാണ്? പക്ഷെ ചോദ്യം നിങ്ങളിത് എത്ര തവണ ചെയ്യുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ ഏതു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നതാണ്. ആ 2 മിനിറ്റ് നേരത്തെ താൽക്കാലിക ആശ്വാസത്തിനു പകരം നിങ്ങൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സമയം, ഊർജ്ജം, പൗരുഷം, ഏകാഗ്രത, അതിലുപരി നിങ്ങളുടെ ആത്മാഭിമാനം. ഈ ശീലം ആവർത്തിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനെ കൂടിയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ
ഓരോ തവണ നിങ്ങൾ ലൈംഗിക സംതൃപ്തിയുടെ അങ്ങേത്തറ്റത്തെത്തുമ്പോഴും തലച്ചോറിൽ ഡോപ്പമീൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ രാസമാറ്റം. ദിവസവും ഈ ലഹരി തലച്ചോറിന് ആവശ്യമായി വരുമ്പോൾ അത് നിങ്ങളെക്കൊണ്ട് നിർബന്ധിതമായി ഇത് ചെയ്യിപ്പിക്കും. പഠനത്തിനിടയിലോ ഓഫീസിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങളുടെ ചിന്തകൾ ഇതിലേക്ക് വഴുതി വീഴും. രാത്രി വൈകുവോളം ഉറക്കമിളച്ചിരിക്കാനും പിറ്റേന്ന് രാവിലെ തളർച്ചയോടെ എഴുന്നേൽക്കാനും ഇത് കാരണമാകും. കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത പാടുകൾ, ഓർമ്മക്കുറവ്, നടുവേദന, വിട്ടുമാറാത്ത ദേഷ്യം, ഏകാന്തതര ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. കാമത്തിന്റെ തീയിലെരിയുന്ന മനസ്സിന് ശാന്തി കണ്ടെത്താൻ കഴിയില്ല എന്ന് ബുദ്ധൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിന് ശാന്തിയില്ലെങ്കിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമുണ്ടാകില്ല. ഇന്ന് അവസാനത്തേതാണ്, നാളെ മുതൽ ഞാനിത് ചെയ്യില്ല എന്ന് നിങ്ങൾ സ്വയം 1000 വട്ടം പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാകും. പക്ഷേ ആ നാളെ ഒരിക്കലും വരുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ആ കെണിയിൽ വീഴുന്നു. ഒരു ചിലന്തി വലയിൽ കുടുങ്ങിയ ഈച്ചയെപ്പോലെ നിങ്ങൾ എത്രത്തോളം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ വല നിങ്ങളെ മുറുക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ചക്രം തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ശീലത്തിന് പിന്നിലെ കാമമാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാമം നിങ്ങളെ കരുത്തനാക്കുകയല്ല, മറിച്ച് നിസ്സഹായനാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം, കണ്ണുകളിലെ തിളക്കം, വാക്കുകളിലെ ശക്തി, ആത്മബലം എല്ലാം അത് കവർന്നെടുക്കുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനും നിങ്ങൾ തയ്യാറാണോ? ആ ആത്മപോരാട്ടം ഇന്നുതന്നെ തുടങ്ങാം. അതുകൊണ്ടുതന്നെ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. നിങ്ങൾ ശരിക്കും സ്വതന്ത്രനാണോ? അതോ നിശബ്ദമായി നിങ്ങളുടെ സർവസ്വവും കവർന്നെടുക്കുന്ന ഒരു വ്യാജസുഖത്തിന്റെ അടിമയാണോ നിങ്ങൾ? ഈ ശീലം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെയും ആത്മവിശ്വാസത്തെയും മാനസികാവസ്ഥയെയും എങ്ങനെ ബാധിക്കുന്നു? ഏറ്റവും പ്രധാനമായി ഈ കെണിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തുകടക്കാം? നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ കരുത്ത് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എത്തിക്കാം? കാരണം ഇത് വെറുമൊരു ശീലം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ പൂർവികർ ബ്രഹ്മതേജസ് എന്ന് വിളിച്ച ആ മഹാ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. ഓരോ തുള്ളി ഊർജ്ജവും പാഴാക്കാതെ നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തെ ഉണർത്തി ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള ആ യാത്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെ നിങ്ങളുമായി തന്നെ ബന്ധിപ്പിക്കുന്ന, നിങ്ങളെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രനാക്കുന്ന ആ മാറ്റത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഊർജ്ജമുണ്ട്. ഈ പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന, നമ്മെ മനുഷ്യനാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു ജീവശക്തി. നമ്മുടെ ചിന്തകൾക്ക് ജന്മം നൽകുന്നതും തീരുമാനങ്ങൾക്ക് ദിശ കാട്ടുന്നതും ജീവിതത്തിന് ഔന്നത്യം നൽകുന്നതും ഈ ഊർജ്ജമാണ്. എന്നാൽ കേവലം നിമിഷനേരത്തെ സുഖത്തിനായി അശ്രദ്ധയോടെ ഈ ഊർജ്ജം വാരിക്കളയുമ്പോൾ മനുഷ്യൻ പതുക്കെ തന്നെ നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ സ്വയംഭോഗം എന്നത് തികച്ചും സാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു മാർഗമായി പലരും ഇതിനെ കാണുന്നു. എന്നാൽ ഓരോ തവണയും ഈ പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ ശരീരം എന്താണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം എങ്ങനെ പതുക്കെ നിലച്ചുപോകുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ശരീരമാണ് ഇതിനോട് ആദ്യം പ്രതികരിക്കുന്നത്. ഒരു യുവാവ് ഈ ശീലത്തിനടിമപ്പെടുമ്പോൾ സംസ്കൃതത്തിൽ വീര്യം എന്ന് വിളിക്കപ്പെടുന്ന അവന്റെ ശരീരത്തിലെ മൂല ഊർജ്ജം ക്ഷയിക്കാൻ തുടങ്ങുന്നു. ഇതൊരു വെറും ദ്രാവകമല്ല, മറിച്ച് നമ്മുടെ എല്ലിനും മജ്ജയ്ക്കും രക്തത്തിനും തലച്ചോറിനും പോഷണം നൽകുന്ന ശരീരത്തിലെ ആകെ ബലത്തിന്റെ സാരമാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ ചൈതന്യം നിരന്തരം നഷ്ടപ്പെടുമ്പോൾ മുഖത്തെ പ്രസരിപ്പ് പതുക്കെ മങ്ങാൻ തുടങ്ങുന്നു. കണ്ണുകളിലെ തിളക്കം കുറയുന്നു, ശബ്ദത്തിലെ ഗാംഭീര്യം നഷ്ടപ്പെടുന്നു, ശരീരം അകാലത്തിൽ തളരുന്നു. മലകളെപ്പോലും ചലിപ്പിക്കാൻ കരുത്തുള്ള ഒരു യുവാവ് വെറും പടികൾ കയറുമ്പോൾ പോലും കിതയ്ക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇത് നിങ്ങളെ എത്തിക്കും. പക്ഷേ ഈ നാശം ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത് മനസ്സിനുള്ളിലാണ്. തലച്ചോറിന് ഓരോ തവണയും ആ വ്യാജമായ ഡൊപാമിൻ ലഹരി ആവശ്യമായി വരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഈ സുഖത്തിന് അടിമപ്പെട്ടുകഴിഞ്ഞാൽ മനസ്സിന് മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. പുസ്തകം തുറന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അനാവശ്യമായ ദേഷ്യം വന്നു. ഏതെങ്കിലും ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ അവിടെയും ഒരു തരം അതൃപ്തി അനുഭവപ്പെടുന്നു. പതുക്കെ മനസ്സ് ജനലുകളില്ലാത്ത ഒരു അടഞ്ഞ മുറി പോലെയാകും. പുറത്ത് വെളിച്ചമുണ്ടെന്ന് അറിയാമെങ്കിലും ഉള്ളിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ. ആത്മനിന്ദ കുടിയേറുന്നതോടെ സ്വന്തം മുഖത്ത് നോക്കാൻ പോലും ഭയം തോന്നും. ഇന്നത്തോടെ നിർത്തും എന്ന് ഓരോ ദിവസവും സത്യം ചെയ്യുമെങ്കിലും രാത്രിയാകുമ്പോൾ ആ വാക്കുകൾ നിങ്ങൾ തന്നെ ലംഘിക്കുന്നു. ഒടുവിൽ സംഭവിക്കുന്നത് ഏറ്റവും ഭയാനകമായ കാര്യമാണ് ആത്മാവിന്റെ പതനം. ആത്മീയമായി ചിന്തിച്ചാൽ ഒരാൾ തന്റെ ഉള്ളിലെ ഊർജ്ജത്തെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അയാളുടെ ബോധം ഉണരുന്നു. മനസ്സ് ശാന്തമാകുന്നു, ചിന്തകൾക്ക് വ്യക്തത വരുന്നു. എന്നാൽ ഈ ഊർജ്ജം കേവലം ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം താഴേക്കൊഴുകുമ്പോൾ മനസ്സ് ഭാരപ്പെട്ടതായി അനുഭവപ്പെടും. ഏകാഗ്രതയോടെ ഇരിക്കാൻ കഴിയില്ല. പ്രാർത്ഥനകളിൽ ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു. ഒരു നിഴൽ പോലെ ഒരു സൂക്ഷ്മമായ ദുഃഖം നിങ്ങളെ എപ്പോഴും പിന്തുടരും.
നിങ്ങളുടെ ആത്മാവ് പതുക്കെ നിശബ്ദമാകുന്നതുപോലെ തോന്നും. ഇതിലും വലിയൊരു നഷ്ടം ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ആത്മാവിന്റെ സ്വരം നിലച്ചുപോകുമ്പോൾ മനുഷ്യൻ ജീവിതത്തിന്റെ ദിശ തന്നെ മറന്നുപോകുന്നു. അവൻ വിജയത്തിനു പിന്നാലെ പായുന്നുണ്ടാകാം, പക്ഷേ സമാധാനം അവനിൽ നിന്ന് അകന്നു നിൽക്കും. ബന്ധങ്ങളുണ്ടാക്കുന്നുണ്ടാകാം, പക്ഷേ ആരുമായും ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ അവന് കഴിയില്ല. ഒറ്റയ്ക്കാകുമ്പോൾ സ്വന്തം ചിന്തകളിൽ നിന്ന് ഓടിയൊളിക്കാൻ അവൻ ശ്രമിക്കും. ഒടുവിൽ ഞാൻ എന്താണ് ഇങ്ങനെയായത് എന്ന് അവൻ സ്വയം ചോദിക്കും. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കില്ല. കാരണം ശരീരവും മനസ്സും ആത്മാവും ഒരേ നേർരേഖയിൽ വരുമ്പോൾ മാത്രമേ ആ ഉത്തരം തെളിയുകയുള്ളൂ. ഒരാൾ തന്റെ ആന്തരിക ഊർജ്ജത്തെയും ചൈതന്യത്തെയും കരുതലോടെ സൂക്ഷിക്കുമ്പോൾ അയാളുടെ ശരീരം തേജസ്സുറ്റതാകുന്നു, മനസ്സ് ഏകാഗ്രമാകുന്നു, ആത്മാവിന്റെ ശബ്ദം വീണ്ടും കേട്ടുതുടങ്ങുന്നു. സ്വയംഭോഗം എന്നത് ഒരു കുറ്റകൃത്യമല്ല, പക്ഷേ അതിനോടുള്ള അടിമത്തം സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന അവഹേളനമാണ്. പ്രപഞ്ചം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ മഹാശക്തിയെ കേവലം നിമിഷനേരത്തെ സുഖത്തിനായി പാഴാക്കിക്കളയുന്നത് ശരിയാണോ? ഇത് തെറ്റാണോ എന്നതല്ല ചോദ്യം, മറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്നുണ്ടോ എന്നതാണ്. നിങ്ങളുടെ ഭാവിയും സ്വഭാവവും തേജസ്സും രൂപപ്പെടുത്തേണ്ട ആ ഊർജ്ജത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? ഇതൊരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗ്രാമത്തിന്റെ അരികിലുള്ള ശാന്തമായ ഒരു വീട്ടിൽ ആരോവെന്നൊരു മിടുക്കനായ യുവാവ് താമസിച്ചിരുന്നു. 17 വയസ്സ് മാത്രമുള്ള അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പഠനത്തിൽ മിടുക്കൻ, ചിന്തകളിൽ ഗൗരവം, എല്ലാവരോടും വിനയത്തോടെയുള്ള പെരുമാറ്റം. അധ്യാപകർ അവനെ ഒരു ഭാവി വാഗ്ദാനമായി കണ്ടു. മാതാപിതാക്കൾ അവനിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ ദർശിച്ചു. എന്നാൽ ഒരു ദിവസം എല്ലാം മാറിമറിഞ്ഞു. ഒരു സുഹൃത്ത് കാട്ടിക്കൊടുത്ത ഒരു വീഡിയോയിൽ നിന്നാണ് തുടക്കം. ആദ്യം ഒരു കൗതുകം തോന്നി, പക്ഷേ പതുക്കെ ആ കൗതുകം അവനെ കീഴടക്കി. ഒരിക്കൽ തുടങ്ങി, പിന്നെ 2, 3. അത് എപ്പോഴാണ് ഒരു ശീലമായി മാറിയതെന്ന് ആരോവ് പോലും അറിഞ്ഞില്ല. പതുക്കെ അവൻ ഉൾവലിഞ്ഞു തുടങ്ങി. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. പുസ്തകം തുറക്കുമ്പോൾ കണ്ണുകൾ തളരുന്നു. പക്ഷേ മൊബൈൽ സ്ക്രീനിന്റെ വെളിച്ചത്തിൽ മാത്രം അവന്റെ കണ്ണുകൾ തിളങ്ങി. രാത്രികളിൽ ഉറക്കമില്ലാതായി. രാവിലെ കണ്ണാടിയിൽ സ്വന്തം മുഖത്തു നോക്കാൻ അവന് ഭയം തോന്നി. മകന്റെ മാറ്റം കണ്ട് മാതാപിതാക്കൾ വിഷമിച്ചു. പഠനഭാരമാകുമെന്ന് അവർ കരുതി. പക്ഷേ അത് പഠനഭാരമല്ല, ആത്മനിന്ദയാണെന്ന് ആരോവ് മാത്രം അറിഞ്ഞു. ഓരോ ദിവസവും ഇനി ചെയ്യില്ല, ഇത് അവസാനത്തേതാണ് എന്നവൻ ഉറപ്പിക്കും. പക്ഷേ രാത്രിയുടെ ഇരുട്ട് പരക്കുമ്പോൾ മനസ്സ് വീണ്ടും അതേ വഴിയിലേക്ക് അവനെ വലിച്ചിഴച്ചു. ആ സമയത്താണ് ഗ്രാമത്തിൽ ഒരു സന്യാസി എത്തിയത്. അദ്ദേഹം യുവാക്കൾക്കായി ഒരു ചെറിയ പ്രഭാഷണം നടത്തി. ആരോവും അവിടെയെത്തി. അവൻ കേൾക്കാൻ പോകുന്നത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വാക്കുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വീര്യമെന്നത് വെറുമൊരു ശാരീരിക ദ്രാവകമല്ല, അത് ആത്മാവിന്റെ ഊർജ്ജമാണ്. ഒരു പുതിയ ജീവന് ജന്മം നൽകാൻ ശേഷിയുള്ള മഹാശക്തിയാണത്. ഈ ഊർജ്ജത്തെ നീ സംരക്ഷിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല. എന്നാൽ നിന്റെ ഇന്ദ്രിയ സുഖങ്ങൾക്കായി ഇത് പാഴാക്കിയാൽ സ്വന്തം കണ്ണുകളിൽ തന്നെ നീ നിസ്സാരനായി പോകും. ആരോവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളിലെവിടെയോ ഒരു വലിയ കെട്ടഴിഞ്ഞതുപോലെ അവന് തോന്നി. സഭയ്ക്ക് ശേഷം അവൻ സന്യാസിയെ കണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തോടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തകർന്നുപോയിട്ടില്ല മകനെ, നീ ഒന്ന് നിന്നുപോയതാണ്. ഇനി നടക്കാനുള്ള സമയമാണ്. ആദ്യം ഒരു ദിവസത്തെ വ്രതമെടുക്കുക, പിന്നെ ഒരാഴ്ച, ഒരു മാസം. ഓരോ പ്രഭാതത്തിൽ സൂര്യനെ വന്ദിച്ച് ഇന്ന് ഞാൻ എന്റെ ഊർജ്ജത്തെ സംരക്ഷിക്കും എന്നുറപ്പിക്കുക. ധ്യാനത്തിലൂടെ മനസ്സിനെ പാകപ്പെടുത്തുക, നിന്നോട് തന്നെ ക്ഷമിക്കുക. ഇതൊരു യുദ്ധമല്ല, ഇതൊരു ഉണർവാണ്. ആരോവ് അന്നുമുതൽ പുതിയൊരു യാത്ര തുടങ്ങി. തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്നു, ശരീരം തളർന്നു, മനസ്സ് പല ഒഴികഴിവുകളും പറഞ്ഞു. പക്ഷെ ആരോവ് പതറിയില്ല. അവൻ തന്റെ മൊബൈലിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തു. ഉറങ്ങുന്നതിനു മുൻപ് ധ്യാനിക്കാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റു. പതുക്കെ അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തിരിച്ചുവന്നു തുടങ്ങി. അതിരാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചും ഈ ഊർജ്ജം കൊണ്ട് ഞാൻ എന്റെ ഭാവി കെട്ടിപ്പടുക്കും എന്ന് സ്വയം ഓർമ്മിപ്പിച്ചും ആരോവ് തന്റെ പുതിയ യാത്ര തുടർന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ മുഖത്തെ പഴയ പ്രകാശം തിരിച്ചുവന്നു തുടങ്ങി. കണ്ണുകളിൽ ആത്മവിശ്വാസവും നടത്തത്തിൽ ഒരു ദൃഢതയും ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യബോധവും അവന് കൈവന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ആരോവ് പഴയ പയ്യനായിരുന്നില്ല. അവനിലൊരു പ്രത്യേക തേജസ്സും ശാന്തിയും നിറഞ്ഞിരുന്നു. എല്ലാറ്റിലുമുപരി അവന് അവനോട് തന്നെ ബഹുമാനം തോന്നിത്തുടങ്ങി. ഇന്ന് ആരോവ് തന്നെപ്പോലെ ഇരുട്ടിൽ അകപ്പെട്ടുപോയ മറ്റു യുവാക്കളെ ബോധവൽക്കരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ തിരിച്ചറിഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ രക്ഷിക്കാൻ കഴിയും. പലപ്പോഴും മനുഷ്യൻ സ്വന്തം പ്രവൃത്തികളെ തിരിച്ചറിയാറില്ല. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ഒരു ചെറിയ കാര്യമല്ലേ എന്ന് കരുതി അവൻ അത് തുടരുന്നു. എന്നാൽ പതുക്കെ ആ ചെറിയ കാര്യം അവന്റെ ആത്മവിശ്വാസത്തെ വിഴുങ്ങിക്കളയുന്നു. സുഖമെന്ന വ്യാജേന ദുഃഖത്തെ ശീലമാക്കുന്ന ഒരു വഞ്ചനയാണ് സ്വയംഭോഗം. ഒരിക്കൽ ഇതൊരു ശീലമായി മാറിയാൽ ശരീരത്തേക്കാൾ കൂടുതൽ അത് ആത്മാവിനെയാണ് ശൂന്യമാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് പുറത്തുകടക്കാൻ സാധിക്കുമോ?
തീർച്ചയായും സാധിക്കും. വെറുമൊരു ലഹരി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം തന്നെത്തന്നെ അറിയാനുള്ള ഒരു ശ്രമമാണ് അവിടെ വേണ്ടത്. കാരണം ലഹരികൾ പുറമേയല്ല ഉപേക്ഷിക്കപ്പെടേണ്ടത്, ഉള്ളിൽ നിന്നുള്ള മാറ്റത്തിലൂടെ അവ താനേ ഇല്ലാതാകണം. സ്വയംഭോഗം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഊർജ്ജത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറുമൊരു ശാരീരിക ഊർജ്ജമല്ല, ഒരു പുതിയ ജീവന് ജന്മം നൽകാൻ ശേഷിയുള്ള ബ്രഹ്മതേജസ്സാണ്. ഇത് ഓരോ തവണ നഷ്ടപ്പെടുത്തുമ്പോഴും കണ്ണുകളിലെ തിളക്കവും മുഖത്തെ പ്രസരിപ്പും ആത്മാവിന്റെ കരുത്തും കൂടിയാണ് ചോർന്നുപോകുന്നത്. എന്നാൽ നിങ്ങൾ ഇതിനെ സംരക്ഷിച്ചു തുടങ്ങുമ്പോൾ ഈ ഊർജ്ജം നിങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങും. ഇതിന്റെ ആദ്യപടി നിങ്ങളോട് തന്നെയുള്ള സത്യസന്ധതയാണ്. ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് സ്വയം പറയുക, ഞാൻ എന്നിൽ നിന്ന് ഓടിയൊളിക്കില്ല. ഈ ശീലത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ചിന്തകളെ ഭയന്നോടിക്കാതെ അവയെ മനസ്സിലാക്കി വേണം മോചനം നേടാൻ. മനസ്സ് ഒരു തവണ കൂടി എന്ന് മന്ത്രിക്കുമ്പോൾ ആ ശബ്ദത്തെ അവഗണിക്കരുത്, പകരം ഒരു സാക്ഷിയെപ്പോലെ അതിനെ നിരീക്ഷിക്കുക. ഈ ലഹരിക്കുള്ള മരുന്ന് പോരാട്ടമല്ല, മറിച്ച് തിരിച്ചറിവാണ്. കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. ആവേശത്തിന്റെ ആ ഒഴുക്കിനെ ദൂരെ മാറി നിന്ന് നോക്കുന്ന ഒരു കാഴ്ചക്കാരനാവുക. ആ വികാരത്തിന് പിന്നിലെ ശൂന്യതയും അസ്വസ്ഥതയും തിരിച്ചറിയുക. അവിടെ നിന്നാണ് യഥാർത്ഥ മോചനം ആരംഭിക്കുന്നത്. പ്രതിരോധിക്കാതെ ആ വികാരത്തെ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ശക്തി കുറഞ്ഞുവരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരികെ ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകളിലും സ്വഭാവത്തിലും കണ്ണുകളുടെ ആഴത്തിലും അത് പ്രതിഫലിക്കും. ആധുനിക മനഃശാസ്ത്രം പറയുന്നതുപോലെ ആവർത്തനം തലച്ചോറിനെ പുനർനിർമ്മിക്കുന്നു. ആഗ്രഹം തോന്നുമ്പോൾ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാറ്റുകയോ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുകയോ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയോ ചെയ്താൽ തലച്ചോറിലെ പഴയ ശീലങ്ങൾ തകരുകയും പുതിയവ രൂപപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ കേവലം ശീലങ്ങൾ മാറ്റിയാൽ മാത്രം പോരാ, ഒരു ആത്മീയമായ മാറ്റം കൂടി അവിടെ സംഭവിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതും സൂര്യനമസ്കാരം ചെയ്യുന്നതും ഗായത്രി മന്ത്രമോ മഹാമൃത്യുഞ്ജയ മന്ത്രമോ ജപിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നതും നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജം സംഭരിക്കാൻ സഹായിക്കും. പ്രാണായാമവും ധ്യാനവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. പതുക്കെ നിങ്ങളുടെ ചിത്തം ശാന്തമാകും. ചിത്തം ശാന്തമാകുമ്പോൾ കാമവികാരങ്ങൾ താനേ അടങ്ങും. ഓർക്കുക, ഇത് കാമത്തോടുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉണർവാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ്. തന്നെത്തന്നെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന് ഒന്നിന്റെയും അടിമയാകാൻ കഴിയില്ല. കേവലം സ്വയംഭോഗം നിർത്തുക എന്നതാകരുത് നിങ്ങളുടെ ലക്ഷ്യം, മറിച്ച് തേജസ്സുറ്റതും ഊർജ്ജസ്വലവുമായ ഒരു ദിവ്യജീവിതം നയിക്കുക എന്നതാകണം. ലക്ഷ്യം ഉന്നതമാകുമ്പോൾ വഴിയരികിലെ മോശം ശീലങ്ങൾ താനേ പിന്നിലാക്കപ്പെടും. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ദിവ്യശക്തിയുണ്ട്. ശരിയായ ദിശയിൽ തിരിച്ചാൽ ഒരു സാധാരണക്കാരനെ അസാധാരണനാക്കാൻ ശേഷിയുള്ള ശക്തി, അതാണ് വീര്യം. എന്നാൽ ഇന്നത്തെ സമൂഹം ഇതിനെ വെറുമൊരു ശാരീരിക ദ്രാവകമായി കണ്ട് പാഴാക്കിക്കളയുകയാണ്. എന്നാൽ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചത് വീര്യരക്ഷണം ആത്മരക്ഷണമാണ് എന്നാണ്. പ്രാചീന ഗ്രന്ഥങ്ങൾ പ്രകാരം വീര്യം വെറുമൊരു ശാരീരിക ബലമല്ല, മറിച്ച് ആത്മീയ ഉന്നതിയുടെ അടിസ്ഥാനശിലയാണ്. വീര്യമാണ് ആയുസ്, ബലം, സ്ഥിരത, ഓജസ്, സുഖം, ക്ഷമ എന്ന് ചരകസംഹിത അടിവരയിട്ടു പറയുന്നു. ഒരു തുള്ളി വീര്യത്തിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യൻ ജനിക്കാമെങ്കിൽ ആ ശക്തിയെ സംരക്ഷിക്കുന്നത് ഒരു ദൈവിക വരദാനമല്ലേ? ഋഷിമുനിമാർ ബ്രഹ്മചര്യം പാലിച്ചതുകൊണ്ടാണ് ഋഷികളായി മാറിയത്. വർഷങ്ങളോളം തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും വീര്യത്തെ സംരക്ഷിച്ച വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ ഇന്നും വേദങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. പതഞ്ജലി മഹർഷി പറഞ്ഞത് ബ്രഹ്മചര്യത്തിൽ ഉറച്ചുനിൽക്കുന്നവൻ അപാരമായ വീര്യബലം കൈവരിക്കുമെന്നാണ്. അത് ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെപ്പോലും തേജസ്സുറ്റതാക്കും. ഒരു തപസ്സിയുടെ കണ്ണുകളിലെ തിളക്കവും വാക്കുകളിലെ ഗാംഭീര്യവും ആ സാന്നിധ്യവും നിങ്ങളെ ഭക്തിയോടെ തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ബ്രഹ്മചര്യത്തിന്റെ ശക്തികൊണ്ടാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ വീര്യം നിർമ്മിക്കാൻ ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോശങ്ങളും പ്രോട്ടീനുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു, വീര്യം ശരീരവുമായി മാത്രമല്ല, മനസ്സുമായും ആത്മാവുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. ബ്രഹ്മചര്യമെന്നാൽ ഇന്ദ്രിയങ്ങളെ അടിച്ചമർത്തലല്ല, മറിച്ച് ആ ഊർജ്ജത്തെ ദിവ്യത്വത്തിലേക്ക് തിരിച്ചുവിടലാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ബ്രഹ്മചര്യമില്ലാതെ വലിയ കാര്യങ്ങളൊന്നും സാധ്യമല്ലെന്ന്. 12 വർഷം ഒരാൾ ബ്രഹ്മചര്യം പാലിച്ചാൽ അയാൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് അദ്ദേഹം യുവാക്കളെ ഓർമ്മിപ്പിച്ചു. ഗൗതമബുദ്ധൻ പോലും ബ്രഹ്മചര്യത്തെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പടിയായിട്ടാണ് കണ്ടത്. കാമവികാരങ്ങളിൽ പാഴാക്കിക്കളയുന്ന അതേ ഊർജ്ജത്തെ ധ്യാനത്തിലേക്കും സേവനത്തിലേക്കും സർഗാത്മകതയിലേക്കും മാറ്റിയാൽ ഒരു മനുഷ്യന് ദൈവതുല്യനാകാൻ കഴിയും. ശ്രീരാമകൃഷ്ണ പരമഹംസർ പഠിപ്പിച്ചത് വീര്യത്തെ സംരക്ഷിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓജസ്സിനെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ്. ആ ഓജസ്സാണ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വ്യക്തത നൽകുന്നതും മുഖത്ത് തേജസ് കൊണ്ടുവരുന്നതും ജീവിതത്തിന് ഉന്നതമായ ഒരു ലക്ഷ്യം നൽകുന്നതും. ബ്രഹ്മചര്യം എന്നത് ഒരു യുദ്ധമാണ്. അത് മറ്റാരോടുമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനോടുള്ള പോരാട്ടമാണ്. ഈ യുദ്ധം ജയിക്കുന്നവൻ ലോകത്തെയല്ല, തന്നെത്തന്നെയാണ് കീഴടക്കുന്നത്.
തുടക്കത്തിൽ ഇതൊക്കെ സാധാരണമാണെന്ന് കരുതിയാണ് ഓരോ യുവാവും ഈ കെണിയിൽ വീഴുന്നത്. എന്നാൽ പതുക്കെ അതൊരു മാരകമായ അടിമത്തമായി മാറുന്നു. അവിടെ ഇച്ഛാശക്തിക്ക് നിയന്ത്രണമില്ലാതാകുന്നു. മനുഷ്യൻ അവനോട് തന്നെ തോൽക്കുമ്പോൾ തുടങ്ങുന്നതാണ് കുറ്റബോധവും തളർച്ചയും ആത്മനിന്ദയും. എന്നാൽ ഒരു ദിവസം ഇനി മതി, എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉറച്ചു പറയുമ്പോൾ ആ മാറ്റം അവിടെ തുടങ്ങുന്നു. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, എന്നാൽ അസാധ്യമായ പോരാട്ടവുമല്ല. സ്വയംഭോഗമെന്നത് ഒരു ശാരീരിക ശീലം മാത്രമല്ല, അതൊരു മാനസികവും വൈകാരികവുമായ ശീലമാണ്. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എന്നതാണ് ഇതിൽ നിന്നുള്ള മോചനത്തിന്റെ ആദ്യ ചുവടുവെപ്പ്. കാമവികാരങ്ങൾ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങുന്ന ആ നിമിഷം സ്വയം ഈ ചോദ്യം ചോദിക്കുക: വെറും നിമിഷനേരത്തെ സുഖത്തിനായി എന്റെ ഊർജ്ജത്തെയും കരുത്തിനെയും ശോഭനമായ ഭാവിയെയും ബലികൊടുക്കാൻ ഞാൻ തയ്യാറാണോ? ഈ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ബോധമുണർത്തും. ഇനി നമുക്കിതിനെ പ്രായോഗികമായി എങ്ങനെ നേരിടാം എന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ദിനചര്യയിൽ കൃത്യമായ ഒരു അച്ചടക്കം കൊണ്ടുവരിക. എവിടെ ആലസ്യമുണ്ടോ അവിടെ ദുർവിചാരങ്ങൾ മുളപൊട്ടും. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേൽക്കുക, സൂര്യനമസ്കാരം ചെയ്യുക, കുളിച്ച് ശരീരം ശുദ്ധിയാക്കുക. വ്യായാമവും പ്രാണായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. കാരണം ശരീരത്തിന് കൃത്യമായ ചലനം ലഭിച്ചില്ലെങ്കിൽ ഉള്ളിലെ ഊർജ്ജം വഴിതെറ്റി കാമവികാരങ്ങളായി പുറത്തുവരും. ഭക്ഷണകാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുക. അമിതമായി എരിവും പുളിയും മസാലയും ചേർത്ത ഭക്ഷണങ്ങളും രാത്രി വൈകിയുള്ള ഭക്ഷണശീലവും മനസ്സിനെ ചഞ്ചലമാക്കും. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെട്ട സാത്വിക ആഹാരം മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ധ്യാനിക്കാൻ ശീലിക്കുക. തുടക്കത്തിൽ മനസ്സ് അലഞ്ഞുതിരിഞ്ഞേക്കാം, എങ്കിലും അചഞ്ചലനായി ഇരിക്കുക. ആ ഇരുത്തം പതുക്കെ ധ്യാനമായും ആ ധ്യാനം നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ചൈതന്യമായും മാറും. മറ്റൊരു പ്രധാന കാര്യം ഒറ്റപ്പെടലുകളിൽ നിന്ന് ഓടിയകലുക എന്നതാണ്. കാരണം ഈ ശീലങ്ങൾ വളരുന്നത് ഏകാന്തതയിലാണ്. സൗഹൃദങ്ങൾക്കിടയിലും സമൂഹത്തിനിടയിലും സജീവമാവുക. മോശമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഉടൻ തന്നെ എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിച്ച് മുഖം കഴുകുകയോ ചെയ്യുക. ആ വികാരത്തെ ഭക്തിയിലേക്കോ അറിവിലേക്കോ തിരിച്ചുവിടുക. പ്രാർത്ഥനകളിലോ നല്ല പുസ്തകങ്ങളിലോ മുഴുകി ആത്മാവിനോട് സംവദിക്കുക. പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ കുറ്റബോധത്തിൽ മുങ്ങിത്താഴരുത്. പകരം ഇന്ന് പരാജയപ്പെട്ടെങ്കിലും നാളെ ഞാൻ വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുക. ഓരോ വീഴ്ചയിലും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ മുഖത്ത് പുതിയൊരു തേജസ് പടരുന്നത് നിങ്ങൾ കാണും. കണ്ണുകളിൽ ആത്മവിശ്വാസം തിരിച്ചെത്തും. മനസ്സ് ശാന്തമാകും. ഇതാണ് യഥാർത്ഥ ആത്മവിജയം. ബ്രഹ്മചര്യം എന്നാൽ നിർബന്ധപൂർവം ഇന്ദ്രിയങ്ങളെ തടയലല്ല, മറിച്ച് ആത്മാവിന്റെ വിളികേട്ട് സ്വയം തെരഞ്ഞെടുക്കുന്ന അച്ചടക്കമാണ്. സുഹൃത്തേ, വെറും ഭക്ഷണത്തിനും ഉറക്കത്തിനും ചെറിയ സുഖങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല നിന്റെ ജന്മം. നിന്റെ ഉള്ളിലെ ദിവ്യമായ ഊർജ്ജമുണർന്നാൽ നിനക്ക് നിന്നെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. നീ ഒരു വെറും ശരീരമല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആ ചൈതന്യത്തിന്റെ അംശമാണ്. നിന്റെ ഓരോ തുള്ളി വീര്യവും നിന്റെ വംശത്തിന്റെ കരുത്തും പൂർവികരുടെ തപസ്സുമാണ്. അത് പാഴാക്കിക്കളയരുത്. ആ ഊർജ്ജം നിന്നെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് നയിക്കും. ഇന്ന് നീ നിന്നെ തന്നെ ജയിക്കുമെന്ന് തീരുമാനിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിനക്ക് കൂട്ടായുണ്ടാകും. നിന്നെ ഉണർത്തുക, നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നിനക്ക് കാട്ടിത്തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വാക്കുകൾ നിന്റെ ഉള്ളിൽ ഒരു വിപ്ലവമുണ്ടാക്കിയെങ്കിൽ, ഒരു ചെറിയ മാറ്റത്തിനുള്ള ദൃഢനിശ്ചയം നിന്നിലുണ്ടായെങ്കിൽ നമ്മോടൊപ്പം ചേരുക. ഇത് വെറുമൊരു ചാനലല്ല, നിന്റെ ആത്മാവിനെ ഉണർത്താനുള്ള ഇടമാണ്. ഇവിടെ വരുന്നത് വെറും വീഡിയോകളല്ല, നിന്നോട് തന്നെ അടുപ്പിക്കുന്ന സത്യങ്ങളാണ്. ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ചാണ്. ഈ വീഡിയോ കണ്ട് നിന്റെ ഉള്ളിൽ ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ, നീ നിന്നെ തന്നെ നശിപ്പിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഇതുമാത്രം ഓർക്കുക: നീ ജനിച്ചത് ലോകം മാറ്റാനാണ്. ഉള്ളിലെ ആ അഗ്നിയെ അണയ്ക്കാതെ അതിനെ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. നീ അടിമയല്ല, നിന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉടമയാകുക. നിന്റെ ഉയർച്ചയ്ക്കും ആത്മാവിന്റെ തേജസ്സിനുമായി നമുക്കൊരുമിച്ച് മുന്നേറാം.